ആയാ എല്ലാവർക്കും നമസ്കാരം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മലബാറിൽ CPM-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ LDF-ൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ലീഗ് നേതൃത്വത്തിൻ്റെയും CPM നേതൃത്വത്തിൻ്റെയും ഭാഗത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 6 സീറ്റുകൾ വരെ മത്സരിക്കാനുള്ള അർഹത ലീഗിനുണ്ട് എന്ന് LDF-ൻ്റെ കൺവീനർ പരസ്യമായി പറഞ്ഞത്. അത് ലീഗിനുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു. മുസ്ലിം ലീഗും പല സന്ദർഭത്തിൽ CPM-ഉമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടത് നാം കണ്ടിട്ടുള്ളതാണ്. ഇപ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗും CPM-ഉം പരസ്പരം സഹകരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങളിലൂടെ തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട്. ലീഗിൻ്റെ സീറ്റുകൾ എങ്ങനെയാണ് CPM നേതൃത്വം നേരത്തെ അറിയുക? പൊന്നാനിയിലെ LDF-ൻ്റെ സ്ഥാനാർത്ഥി പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്, അദ്ദേഹം പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ ET മുഹമ്മദ് ബഷീറിനെതിരായിട്ട് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ ET പൊന്നാനിയിൽ ഉണ്ടാകില്ല എന്ന് CPM നേതൃത്വം അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് CPM നേതൃത്വം നേരത്തെ അറിഞ്ഞത്? ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറുമെന്നും പൊന്നാനിയിൽ ലീഗിന് പുതിയ സ്ഥാനാർത്ഥിയാണ് ഉണ്ടാവുക എന്നുമുള്ള വിവരം ആരാണ് CPM നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-ഉം ലീഗും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളെ പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായ ഒരു ബാന്ധവത്തിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെല്ലാം നടന്നിട്ടുള്ളത്. ആ നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിച്ചത് LDF-ൻ്റെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ എളമരം കരീമാണ്. എക്കാലത്തും ലീഗിൻ്റെയും CPM-ൻ്റെയും ഇടയിലെ മധ്യവർത്തിയായിരുന്നു എളമരം കരീം. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് എളമരം കരീം അറിയപ്പെടുന്നത്. കേരളത്തിലെ വ്യവസായ ലോബികളുമായി കുഞ്ഞാലിക്കുട്ടിക്കും എളമരം കരീമിനുമുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും വ്യവസായ വകുപ്പിനെ നിയന്ത്രിച്ച ലോബികൾ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ അതേ നയങ്ങളാണ് LDF-ൻ്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായിട്ടാണെങ്കിൽ പോലും എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടപ്പിലാക്കിയത് എന്നെല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ഇത് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. വലിയ അഴിമതി ആരോപണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഈ പുതിയ ബന്ധത്തിൻ്റെ പുറകിൽ, മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും പുതിയ ബാന്ധവത്തിന് പുറകിലുള്ള കുഞ്ഞാലിക്കുട്ടി, എളമരം കരീം, അച്ചുതണ്ടാണ് മലബാറിലെ 3-4 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്, LDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ രഹസ്യമാക്കി വെക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലീഗുമായിട്ട് ബാന്ധവത്തിലേക്ക് എത്താൻ മുസ്ലിം വോട്ടിനെ കണ്ണുനട്ടുകൊണ്ടുള്ള
വില കുറഞ്ഞ സാമുദായിക രാഷ്ട്രീയത്തിനാണ് CPM നേതൃത്വം ശ്രമിച്ചിട്ടുള്ളത്. അത് സ്ഥാനാർത്ഥി നിർണയം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. പൊന്നാനിയിൽ എന്തേ മറ്റൊരു സ്ഥാനാർത്ഥിയെ CPM പരിഗണിച്ചില്ല? CPM ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയമെങ്കിൽ എന്തുകൊണ്ടാണ് പൊന്നാനിയിൽ മറ്റൊരാളെ പരീക്ഷിക്കാൻ CPM തയ്യാറാകാതിരുന്നത്? അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പിറകിൽ മലബാറിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ലാക്കാക്കിക്കൊണ്ടുള്ള ലീഗുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിനാണ് CPM തയ്യാറായിട്ടുള്ളത്. CPMന് ചില ആളുകൾക്ക് ലീഗ് വോട്ട് കൊടുക്കും, ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് CPM വോട്ട് കൊടുക്കും. അതാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ധാരണ. ഇത് തിരിച്ചറിയാൻ CPMനകത്തെ സാധാരണ പ്രവർത്തകന്മാർ തയ്യാറാകണം എന്ന് BJP അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ സംഘടിത മുസ്ലിം മത വോട്ടിന് വേണ്ടി CPM കാണിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം തിരിച്ചറിയാൻ ആ പാർട്ടിക്കുള്ളിലെ ഇതര വിഭാഗങ്ങൾക്ക് സാധിക്കണം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമേ വോട്ടുള്ളൂ എന്നാണോ CPMന് ധാരണ? തെരഞ്ഞെടുപ്പിൽ വോട്ടിന് ഒരേ മൂല്യമേ ഉള്ളൂ, എല്ലാ വോട്ടിനും ഒരേ മൂല്യമുള്ളൂ. ചില വോട്ടുകൾക്ക് മൂല്യം കൂടുതലുണ്ട് എന്നാണോ CPM ധരിക്കുന്നത്? ആ ധാരണയുടെ പുറത്താണ് ഇത്തരം നീക്കങ്ങൾക്ക് CPM ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് CPMനകത്തെ സാധാരണ പ്രവർത്തകരാണ് ഇതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടത്. മുസ്ലിം ലീഗും CPMും തമ്മിൽ, കുഞ്ഞാലിക്കുട്ടിയും വളമരം കനിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധമായിട്ടുള്ള ബാന്ധവത്തിനെതിരായി CPMനകത്തെ സാധാരണ പ്രവർത്തകന്മാർ, കോൺഗ്രസിനകത്തെ സാധാരണ പ്രവർത്തകന്മാർ രംഗത്തു വരണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ലീഗ് UDFലാണ് പേരിന്, പക്ഷേ ലീഗ് UDFൽ നിന്നുകൊണ്ട് CPMന് വേണ്ടിയിട്ടാണല്ലോ ലീഗ് പണിയെടുക്കുന്നത്. CPMുമായിട്ടാണല്ലോ ലീഗിൻ്റെ ധാരണകൾ. CPMൻ്റെ സ്ഥാനാർത്ഥികളുമായിട്ടാണല്ലോ ബാന്ധവങ്ങളെല്ലാം. ഇവിടെ ഇരിപ്പിടവും അവിടെ കൂറുമായിട്ടുള്ള ഏർപ്പാട് എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? UDF നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഈ ഏർപ്പാടൊക്കെ ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത്? പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വന്നിട്ട് മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായോ? ഇതിൻ്റെ വസ്തുത എന്താണ്? ലീഗ് മറുപടി പറയണം എന്ന് പറയാൻ തയ്യാറായോ? എന്തിനാണ് ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് ഇങ്ങനെ ഭയപ്പെടുന്നത്? അപ്പോൾ ഒരേപോലെ കോൺഗ്രസുമായിട്ടും CPMുമായിട്ടും പരസ്പര ധാരണയുണ്ടാക്കി വിലപേശുകയാണ് ലീഗ്. ആ വിലപേശലിന് നിന്നുകൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതൃത്വം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ തെരഞ്ഞെടുപ്പിൽ സംഘടിത മതവിഭാഗത്തിലെ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൻ്റെ വോട്ട് ലാക്കാക്കിക്കൊണ്ട് നടത്തുന്ന അങ്ങേയറ്റം ഹീനമായിട്ടുള്ള വില കുറഞ്ഞ രാഷ്ട്രീയത്തിനാണ് CPMും കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന് വലിയ വില അവർ കൊടുക്കേണ്ടി വരും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, വോട്ടിൻ്റെ മൂല്യം എല്ലാവർക്കും ഒരുപോലെയാണ്. ചില ആളുകളുടെ വോട്ടിന് മൂല്യം കൂടുതലുണ്ട് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ധാരണയെങ്കിൽ അത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാകുമെന്നുള്ളതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, വയനാട് ജില്ലയിൽ പൂക്കോട് ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും മുഴുവൻ പ്രതികളും പിടിക്കപ്പെട്ടിട്ടില്ല. SFI ആണ് ആ സംഭവത്തിൻ്റെ പുറകിലെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതികൾ മുഴുവനും തന്നെ പ്രധാനപ്പെട്ട പ്രതികളല്ല എന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. മാത്രമല്ല സഹപാഠികളായിട്ടുള്ള ചില ആളുകൾ പറയുന്നു. പ്രതികളെ ഇത്രയും ദിവസം സംരക്ഷിച്ചത് CPM നേതൃത്വമാണെന്ന് എല്ലാവർക്കും അറിയാം. SFI നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഭീകരപ്രവർത്തനമാണ് ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ളത്. കേരളം ഒന്നാകെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട വിഷയമാണ്. ഒരു കുട്ടിയെ പരസ്യ വിചാരണ ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുക എന്നുള്ള പ്രാകൃതമായിട്ടുള്ള നടപടിയാണ് SFI നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്.
അറസ്റ്റ് ചെയ്ത ഇപ്പോഴത്തെ പ്രതികൾക്കെതിരായിട്ട് പോലീസ് ചാർജ് ചെയ്ത കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല ചുമത്തേണ്ടത്, കൊലപാതക കുറ്റമാണ്, കൊലക്കേസാണത്. ആ കൊലക്കേസ് ചുമത്തിക്കൊണ്ടല്ല ഇപ്പോൾ പ്രതികളെ രക്ഷപ്പെടുത്തിയത്. അവർക്ക് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി പ്രതികൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് ചെയ്യുകയാണ്. CPM നേതൃത്വം ഈ പ്രതികളെ സംരക്ഷിക്കുകയാണ്. കേരളത്തിലെ CPM നേതൃത്വം ഇതിന് ജനങ്ങളോട് മറുപടി. SFI എന്ന് പറയുന്ന ഒരു കൂട്ടം ക്രിമിനലുകളെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് അഴിച്ചുവിട്ട് ഭീകര പ്രവർത്തനം നടത്താൻ വേണ്ടി, മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത്. ഈ SFIക്കാരെ കേരളത്തിലെ ഗവർണർ ക്രിമിനലുകളാണ് എന്ന് വിളിച്ചപ്പോൾ വലിയ തോതിൽ നൊന്തവരാണല്ലോ CPM നേതൃത്വം. ഇതിനേക്കാൾ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി കേരളത്തിൽ എന്താണുള്ളത്? ഒരു വിദ്യാർത്ഥി സംഘടന, അതും റാഗിങ്ങിനെതിരായിട്ട് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പരസ്യമായി ഒരു വിദ്യാർത്ഥിയെ വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള നടപടി ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രാജ്യത്തിലെ പല സർവകലാശാലകളിലും പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെയെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് വലിയ തോതിൽ നിലപാട് സ്വീകരിച്ചവരാണല്ലോ കേരളത്തിലെ ബുദ്ധിജീവികളും ഇടതുപക്ഷമൊക്കെ. അവരെല്ലാം അവിടെ പോയി. ആ വിദ്യാർത്ഥിയോടും വിദ്യാർത്ഥിയുടെ കുടുംബത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് 4 വരി പ്രസ്താവന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിന് വെളിയിലാണെങ്കിൽ നെടുങ്കൻ പ്രസ്താവന വരേണ്ട സമയമായല്ലോ. ഹൈദരാബാദിലെ രോഹിത് വെമുലക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവരും സംസാരിച്ചവരും പ്രസ്താവന ഇറക്കിയവരും ലേഖനം എഴുതിയവരും എല്ലാം ഇവിടെ പോയി എന്തേ സിദ്ധാർത്ഥിന് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കാൻ ഈ സാംസ്കാരിക നായകന്മാരാരും തയ്യാറാക്കാത്തത്? അതുകൊണ്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് SFI എന്ന് പറയുന്നത്. കേരളത്തിൽ ഇത്തരം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. അതുകൊണ്ട് CPM ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ SFIയെ പിരിച്ചുവിടാൻ തയ്യാറാകണം. കേരളത്തിലെ ഓരോ ക്യാമ്പസുകളിലും ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് SFI. ആ സംഘടനയെയും കൊണ്ട് ഇനി CPMന് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അത് ജനാധിപത്യത്തോടും ഭരണഘടനയോടും നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിത നിയമ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ ക്രിമിനൽ സംഘത്തെ പിരിച്ചുവിടാൻ CPM നേതൃത്വം തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത്തരം ക്രിമിനൽ പ്രവർത്തനം ഇനി ക്യാമ്പസിൽ അനുവദിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ആ കാര്യത്തിൽ CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടണം. CPM നേതൃത്വമാണ് പ്രതികളെ സംരക്ഷിക്കുന്നത്. CPM ഓഫീസുകൾ റെയ്ഡ് ചെയ്താൽ മുഴുവൻ പ്രതികളെയും കിട്ടും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവരെല്ലാവരും CPM ഓഫീസിലാണ് കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് വയനാട്ടിലെ കോഴിക്കോട്ടെയും പല CPM ഓഫീസുകളും റെയ്ഡ് ചെയ്താൽ ഈ പ്രതികളെ എല്ലാവരെയും കിട്ടും. അതിന് പോലീസ് തയ്യാറാക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ദേശാഭിമാനി പിന്നെ ഇങ്ങനെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നൊരു പത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ എളമരക്കരയും CPM നേതാവാണെങ്കിലും അദ്ദേഹത്തിന് സാമാന്യ ബുദ്ധി ഉണ്ടെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം അദ്ദേഹം ഒരു ദീർഘകാലം രാജ്യസഭാംഗമായിരുന്നു, അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായിരുന്നു, ദീർഘകാലം MLA ആയിരുന്നു. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള സാമാന്യ ബോധമൊക്കെ ഉണ്ട്. വീരസവർക്കറയും ഈ പരിപാടിയെക്കുറിച്ചും അദ്ദേഹത്തിന് ആദ്യത്തെ അക്ഷരത്തിലൊരു വായുണ്ട് എന്നല്ലാതെ തമ്മിൽ ബന്ധമൊന്നുമില്ല. മാത്രമല്ല കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് അവിടെ നടക്കുന്നൊരു പ്രോഗ്രാമാണ്. അതൊരു പേർഷ്യൻ സംസ്കൃത ഭാഷയാണ്. അതിൻ്റെ അർത്ഥം പൈതൃകം എന്നുള്ളതാണ്. പാരമ്പര്യം, പൈതൃകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്നാണ് എന്നെയിട്ട് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനെന്ത് വീരസവർക്കറായിട്ട് എന്താ ബന്ധം? വി എന്ന് കേട്ടാൽ ഒക്കെ വീരസവർക്കറാണ് എന്ന് തോന്നുന്നത് അതൊരു രോഗമാണ്. പക്ഷെ പ്രശ്നം അതല്ല. കോഴിക്കോട് NITക്കെതിരായിട്ട് ബോധപൂർവമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്, ആ സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത ആരോപണങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും അവിടെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവിടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നമ്മുടെ കേരളത്തെക്കുറിച്ച് മോശമായിട്ടുള്ള ഇമേജ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ശ്രമം സാധിക്കുള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരില്ല. നമുക്കിനിയും കൂടുതൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം.
ഇപ്പോൾ ഉള്ള ഒരു സ്ഥാപനത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ എപ്പോഴാണ് കൂടുതൽ സ്ഥാപനങ്ങൾ വരിക? അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയോട് ചെയ്യുന്ന മഹാപാതകമാണ്. ഇളമരം കരീം മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടെങ്കിൽ എന്തിനാണ് NITക്കെതിരെ നീങ്ങുന്നത്? അത് നേർക്ക് പറഞ്ഞാൽ പോരെ. ഇത് ആ സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായുള്ള ശ്രമപാത്രമായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നു. അദ്ദേഹത്തെ മാറ്റിയതല്ല, വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അവധിയെടുത്തതാണ്. പകരം അവിടെ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം മാറി നിൽക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തോട് അനുവാദം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അത് പ്രധാനമാണ് എന്ന് തോന്നിയതുകൊണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തോട് അവധി കൊടുത്തിട്ട് പകരാൾക്ക് ചുമതല കൊടുത്തിട്ടേ ഉള്ളൂ. ജില്ലാ പ്രസിഡന്റ് മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ.